PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് ചെയ്തെന്ന പരാതിയിലാണ് അന്വേഷണം. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് നടപടി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് വിശദാംശങ്ങൾ? ആലുവയിൽ 11 ഏക്കർ ഭൂമി, അത് പട്ടയ അവകാശം മാത്രമുള്ള ഭൂമിയായിരുന്നു. ഇത് അനധികൃതമായി പോക്കുവരവ് ചെയ്ത് പേരിൽ കൂട്ടി എന്നതാണ് PV അൻവറിനെതിരെയുള്ള പരാതി. ഇതിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രാഥമികമായ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എത്രയും വേഗം റിപ്പോർട്ട് നൽകുന്നതിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ടീമിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. അതിന് DYSPക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ അന്വേഷണത്തിലേക്ക് നയിച്ചത് കൊല്ലം സ്വദേശിയായ മുരുകേഷ് നരേന്ദ്രൻ എന്ന വ്യവസായിയുടെ പരാതിയിലാണ്. ഈ വ്യവസായി PV അൻവറിൽ നിന്ന് നിരന്തരമായി ഭീഷണി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നതായും പറയുന്നു. എന്തുതന്നെയായാലും MLA ആയിരിക്കുമ്പോൾ ആ അധികാരം ദുർവിനിയോഗപ്പെടുത്തി കൂടിയാണ് ഇത്തരത്തിൽ പോക്കുവരവ് ചെയ്ത് ഭൂമി സ്വന്തം പേരിലാക്കിയത് എന്നതാണ് പരാതിയുടെ അടിസ്ഥാനം. ഇത് പ്രാഥമിക അന്വേഷണത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണമാണ്. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് ചെയ്തു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.